ബലാത്സംഗ കേസുകളിൽ കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവല്ലയിലും പാലക്കാട്ടെയും വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിനായി എത്തിച്ചു. അന്വേഷണവുമായി സഹകരിക്കാത്ത രാഹുൽ ചോദ്യങ്ങൾ കൃത്യമായി മറുപടി നൽകുന്നില്ലെന്നാണ് സൂചന. 15-ന് രാഹുലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ 16-ന് പരിഗണിക്കും. നാറ്റോ മാതൃകയിൽ സംയുക്ത ഇസ്ലാമിക് സൈനിക സഖ്യം രൂപീകരിക്കാൻ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ചർച്ചകൾ നടത്തുന്നു. സൗദിയുടെ സമ്പത്തും പാകിസ്ഥാന്റെ ആണവായുധങ്ങളും തുർക്കിയുടെ സൈനിക കരുത്തും ഒന്നിക്കുന്ന ഈ നീക്കം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. തുർക്കി പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളും സൗദി ഡ്രോൺ സാങ്കേതിക വിദ്യയും കൈമാറുന്ന ഈ ത്രികക്ഷി സഹകരണത്തെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ KP ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. അബോധാവസ്ഥയിൽ ചികിത്സയിലാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം ആശുപത്രി ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി അദ്ദേഹം ശ്രമിക്കുന്നത്.